السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد. രണ്ട് ഹർഫുകൾ അടുത്തടുത്ത് വരുമ്പോൾ അത് ഒരേ അക്ഷരം തന്നെയാണെങ്കിൽ മുതമാസിലൈൻ എന്ന് പറയും. ഇസ്മിലും മഖ്റജിലും സിഫത്തിലുമൊക്കെ ഒന്നാവുക, ഒറ്റ അക്ഷരം, ഒരേ അക്ഷരം തന്നെ ആവർത്തിച്ച് വരുന്നതിനാണ് മുതമാസിലൈൻ എന്ന് പറയും. അതിൽ സഗീറിൻ്റേത് നിർബന്ധമായും ഇദ്ഗാം ചെയ്യണം എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ പാഠത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. കബീറിൽ നമ്മുടെ റിവായത്തിൽ ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. എവിടെയും ഇദ്ഗാം ഉണ്ടാവുകയില്ല. മനാസിക്കും റഹീമി മാലിക്കി എന്നൊക്കെ പറയുന്നത് പോലെ നിർബന്ധമായും ഇൽഹാർ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ അതിൽ നിന്നും ഒഴിവാകുന്ന രണ്ട് പദങ്ങൾ, ഒന്നാമത്തേതാണ് സൂറത്ത് യൂസുഫ് 11 ലാ തഅ്മനൂന എന്ന അസ്ലിൽ അടിസ്ഥാനമായി ലാ തഅ്മനൂന എന്നാണെങ്കിലും ലാ തഅ്മന്ന എന്ന ആ പദം, അതിൽ സ്വീകരിക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ യാ അബാന മാലക ലാ തഅ്മന്ന എന്ന ആ വചനത്തിൽ രണ്ട് വജ്ഹ് സ്വീകരിക്കാം. ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് അനുസരിച്ച് ഒന്ന് ഇദ്ഗാം മഅൽ ഇഷ്മാം, ലാ തഅ്മനൂന എന്ന രണ്ട് നൂനിനെയും ഇദ്ഗാം ചെയ്യുക ഇഷ്മാമോടുകൂടി. ഇഷ്മാം എന്ന് പറഞ്ഞാൽ രണ്ട് ചുണ്ടുകളും ദമ്മ് ഉച്ചരിക്കുന്നത് പോലെ കൂട്ടി, ദമ്മു ഷഫത്തൈൻ, രണ്ട് ചുണ്ടുകളെയും കൂട്ടുക. ഇങ്ങനെ ഉകാരം ദമ്മ് ഉച്ചരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പോലെ. കാരണം അതിൻ്റെ അസ്ല് ലാ തഅ്മനു എന്ന ദമ്മാണ് എന്നതുകൊണ്ടാണ്. ഒന്നാമത്തെ നൂന് ലാ തഅ്മനൂന. അപ്പോൾ ആ അസ്ലിനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ചുണ്ട് കൂട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ റൗണ്ടാക്കി, ചുണ്ടിനെ വൃത്താകൃതിയിലാക്കിക്കൊണ്ട് നമ്മൾ ഉകാരം ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ചുണ്ട് ഉണ്ടാവുക, അതേപോലെ ലാ തഅ്മന്ന എന്ന് ഉച്ചരിക്കുക. ഇത് ശ്രോതാവിന് വ്യക്തമായി മനസ്സിലാവുകയില്ല, എന്നാലും പാരായണക്കാരൻ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇഷ്മാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദമ്മിന് വേണ്ടി ചുണ്ട് എങ്ങനെ ആക്കുമോ അതുപോലെ ആക്കിയിട്ട് ശബ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അതാണ് ഇഷ്മാം. രണ്ടാമത്തേത് റൗം എന്ന രീതിയാണ്. റൗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹറക്കത്തിൻ്റെ അല്പഭാഗം ഉച്ചരിച്ചുകൊണ്ട് വ്യക്തമാക്കാത്ത വിധത്തിൽ രണ്ട് നൂനാക്കിക്കൊണ്ട് ഉച്ചരിക്കുക എന്നതാണ്. ലാ തഅ്മനുന എന്ന് അല്പം ദമ്മിൻ്റെ ഭാഗം ഉച്ചരിക്കുക, ഉകാരം അല്പം ഉച്ചരിച്ചുകൊണ്ട് രണ്ട് നൂനിനെയും വ്യക്തമാവാത്ത വിധത്തിൽ ഉച്ചരിക്കുക. ലാ തഅ്മനുന, ഇതാകുന്നു റൗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സൂറത്ത് യൂസുഫ് 11 വചനത്തിൽ സ്വീകരിക്കേണ്ട രണ്ട് വജ്ഹുകൾ, രണ്ട് രീതികൾ. രണ്ടാമത്തെ പദം ഖാല മാ മക്കന്നി ഫീഹി റബ്ബി എന്ന സൂറത്തുൽ കഹ്ഫ് 95 പദത്തിലാണ്. അതിൽ ഇദ്ഗാം തന്നെ ചെയ്തുകൊണ്ട് മക്കനനി എന്ന് പറയേണ്ടതില്ല. അതിൻ്റെ അസ്ല്, അടിസ്ഥാനം മക്കനനി എന്നായിരുന്നു. പക്ഷേ അവിടെ ഇദ്ഗാം കബീർ നൽകിക്കൊണ്ട് മക്കന്നി എന്ന് ഓതേണ്ടതാണ്. അതുപോലെ വേറെയും പദങ്ങൾ തുഹാജൂനി, തഅ്മുറൂനി പോലെയുള്ളത് വന്നിട്ടുണ്ട്. അവിടെയൊക്കെയും ഇദ്ഗാം കബീർ, ഇദ്ഗാം മുതമാസിലൈനി കബീർ നൽകിക്കൊണ്ട് പാരായണം ചെയ്യേണ്ടതാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.